ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മലയാളത്തിലെ 12ാമത്തെ പാഠം തുമ്പി വിമാനങ്ങളാണ്. നിങ്ങളും തുമ്പികളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഏതൊക്കെ തരത്തിലുള്ള തുമ്പികളെ കണ്ടിട്ടുണ്ട്? പലതരത്തിലുള്ള തുമ്പികളെ കണ്ടിട്ടുണ്ടല്ലേ? തേൻ കുടിക്കുന്ന തുമ്പികളെ, കൊതുകിനെ തിന്നുന്ന തുമ്പികളെ, അങ്ങനെ കുറെ തുമ്പികളെ കണ്ടു കാണുമല്ലേ? നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വായിക്കാം. തുമ്പി വിമാനങ്ങൾ. തുമ്പിയെ കണ്ടോ? കണ്ടല്ലേ? സൂചിത്തുമ്പി പറന്നു വന്നു. ആ കാണുന്നത് സൂചിത്തുമ്പിയാണേ. അതിന്റെ കാലുകളിൽ ഒരു കൊതുകിനെ ഇറുക്കി പിടിച്ചിരുന്നു. അതിന്റെ കാലിൽ കൊതുകിനെ ഇറുക്കി പിടിച്ചേക്കുന്നത് നമുക്ക് കാണാമല്ലേ. കുളക്കരയിൽ ഇലത്താവളത്തിൽ ഹെലികോപ്റ്റർ പോലെ സൂചിത്തുമ്പി പറന്നിറങ്ങി. ആ ഹെലികോപ്റ്റർ വരും പോലെ സൗണ്ടൊക്കെ ഉണ്ടാക്കി. ആര് വന്നോ? സൂചിത്തുമ്പി പറന്നിറങ്ങി. എന്നിട്ട് കൊതുകിനെ ഉത്സാഹത്തോടെ തിന്നാൻ തുടങ്ങി. അപ്പോൾ ഒരു ശബ്ദം, ഡ്രും ഡ്രും ഡ്രും. എന്താണ് ആ ശബ്ദം? അതാ മറ്റൊരു തുമ്പി വിമാനം. വിമാനം പോലെയാണ് വരുന്നതല്ലേ? കല്ലൻ തുമ്പിയാണ് വരുന്നത്. അപ്പൊ സൂചിത്തുമ്പിയുടെ അടുത്തേക്ക് ആര് വന്നു? കല്ലൻ തുമ്പി വന്നു. കല്ലൻ തുമ്പിയുടെ ചിറകു തട്ടി സൂചിത്തുമ്പിയുടെ കാലിൽ നിന്ന് കൊതുക് തെറിച്ചു പോയി. ആ കല്ലൻ തുമ്പി വന്നപ്പോ നമ്മുടെ സൂചിത്തുമ്പിയുടെ കാലിലിരുന്ന കൊതുക് എന്ത് ചെയ്തു? തെറിച്ചു പോയി. ആര് തട്ടി? കല്ലൻ തുമ്പി സൂചിത്തുമ്പിയെ തട്ടി. എന്റെ തീറ്റ തട്ടിത്തെറിപ്പിച്ചോ? ആര് ചോദിച്ചു? സൂചിത്തുമ്പി ചോദിച്ചു. സൂചിത്തുമ്പിക്ക് ദേഷ്യം വന്നു. അത് ഫോൺ എടുത്ത് വിളിച്ചു. ഹലോ ഹലോ, കടുവത്തുമ്പിയല്ലേ, സഹായിക്കണം. ആ സൂചിത്തുമ്പി ആരെ വിളിച്ചു? കടുവത്തുമ്പിയെ വിളിച്ചു സഹായത്തിന്. അതാ നമ്മുടെ കടുവത്തുമ്പി വരുന്നു. മഞ്ഞ യൂണിഫോം ഇട്ട കടുവത്തുമ്പി പാറി വന്നു. ഡ്രും ഡ്രും ഡ്രും. കല്ലൻ തുമ്പിയുടെ പിറകെ പാഞ്ഞു. സൂചിത്തുമ്പിയും പിറകെ പോയി. ആ കടുവത്തുമ്പിയും സൂചിത്തുമ്പിയും കൂടി കല്ലൻ തുമ്പിയെ ഓടിക്കുകയാണല്ലേ. ഡ്രും ഡ്രും ഡ്രും. പറന്നു ചെന്ന കടുവത്തുമ്പി വാലുകൊണ്ട് ഒറ്റയടി കല്ലൻ തുമ്പി ഒഴിഞ്ഞു മാറി. ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി. വാൽ ഒടിഞ്ഞു തൂങ്ങി. കടുവത്തുമ്പി അടിച്ചത് കല്ലൻ തുമ്പിയെയാ. പക്ഷെ എന്ത് ചെയ്തു? ആ ഊഞ്ഞാൽ വള്ളിയിൽ തട്ടി കടുവത്തുമ്പിയുടെ വാല് എന്ത് ചെയ്തു? ഒടിഞ്ഞു. വാലൊടിഞ്ഞ കടുവത്തുമ്പിയെ കണ്ടോ? അത് കണ്ട ഉറുമ്പുകൾ പറയുന്നുണ്ട്, അയ്യോ തുമ്പി വിമാനം വീഴുന്നേ, പാവം വാലൊടിഞ്ഞതാ. ഉറുമ്പുകൾ കടുവത്തുമ്പിയെ ഹോസ്പിറ്റലിലാക്കി. ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ട വാലുമായി കടുവത്തുമ്പി വരുന്നത് കണ്ടോ? കുളക്കരയിലൂടെ പോവുകയാണ്. ആരെ? കടുവത്തുമ്പി. കുളത്തിൽ സൂചിത്തുമ്പിയും മക്കളുമുണ്ട്. അവർ എന്തോ തിന്നുകയാണ്. അപ്പോൾ കടുവത്തുമ്പി ചോദിക്കുന്നുണ്ട്, ഇതെന്താ തീറ്റ മത്സരമാണോ? അപ്പോ സൂചിത്തുമ്പി ഉത്തരം പറയുന്നു, അല്ല, രുചി ഉത്സവം. എന്നാര് പറഞ്ഞു? സൂചിത്തുമ്പി പറഞ്ഞു. സൂചിത്തുമ്പി വിളിച്ചിട്ടാണല്ലോ കടുവത്തുമ്പി വന്നത്. അങ്ങനെയാണല്ലോ വാല് മുറിയാൻ കാരണമായത്. അതുകൊണ്ട് സൂചിത്തുമ്പി കടുവത്തുമ്പിയോട് സോറി പറഞ്ഞു. സോറി. അപ്പോൾ കുളത്തിൽ ഒരു ഇളക്കം. മത്സ്യങ്ങളാണോ? അല്ലല്ലോ, അതാ വെള്ളത്തിൽ കുറെ കൊതുകു തുമ്പികൾ സൂചിത്തുമ്പിയും മക്കളുമാണ്. അവ മത്സരിച്ച് കൂത്താടികളെ ഭക്ഷിക്കുകയാണ്. കടുവത്തുമ്പിയെ കണ്ട സൂചിത്തുമ്പി പറഞ്ഞു സോറി. അപ്പോ സൂചിത്തുമ്പിയും മക്കളും എന്താണ് തിന്നുന്നത്? ആ കൂത്താടികളെയാണ് തിന്നുന്നത്. ഓന്ത് മുട്ടയിടുമോ? നിങ്ങൾക്കറിയോ? ഒരു കുട്ടിയുടെ ഡയറി നമുക്ക് വായിക്കാം. ആദിദേവ്, SVUP സ്കൂളിലെ ആദിദേവ് എഴുതിയ ഡയറി നമുക്ക് വായിക്കാം. ഒക്ടോബർ 27 വെള്ളി. ഡയറി. എന്റെ വീട്ടിലെ ചെടിയുടെ താഴെ ഓന്തിനെ കണ്ടു. ഞാൻ അതിനെ കുറച്ചു സമയം നോക്കി. അപ്പോൾ ഓന്ത് കുഴിയുണ്ടാക്കുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, അതിനെ ഒന്നും ചെയ്യരുത്. കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ കുഴിയിൽ കുറെ മുട്ട. പിന്നെ ഓന്ത് തന്നെ കുഴിയിലേക്ക് മണ്ണ് നിറച്ചു. അതിനുശേഷം ഓന്തിനെ കാണുന്നില്ല. അവിടെ ഒരു ഓന്തിന്റെ ചിത്രവുമൊക്കെ കുട്ടി വരച്ചിട്ടുണ്ട്. നിങ്ങളും എന്നും സംയുക്ത ഡയറി എഴുതാറില്ലേ? ഇങ്ങനെ നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ എഴുതാറുണ്ടല്ലേ? എന്റെ ഡയറി താഴെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഏതെങ്കിലും ഒരു മത്സ്യത്തെ നിരീക്ഷിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ഡയറിയായി എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മത്സ്യത്തിനെ കുറിച്ച് എഴുതണം. ഡയറി എഴുതുമ്പോൾ ഡേറ്റ് വെക്കണം. എന്നിട്ട് ഇന്ന് ഞാൻ വരാൽ മത്സ്യത്തെ അച്ഛനോടൊപ്പം വീടിനടുത്തുള്ള തോട്ടിൽ പോയപ്പോൾ കണ്ടു. വരാൽ നീളമുള്ള ശരീരമുള്ള മത്സ്യമാണ്. അതിന് പച്ചയും കറുപ്പും കലർന്ന നിറമാണ്. മാസങ്ങളോളം ചെളിയിൽ ജീവിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഈർപ്പമുള്ള സാഹചര്യങ്ങൾ ജലത്തിനു പുറത്ത് ചെറിയ പലായനങ്ങൾ നടത്താറുണ്ട്. അല്പം നനവുള്ള ചെളിയിൽ പുതഞ്ഞ് ശരീരത്തിലെ കൊഴുപ്പ് ഉപയോഗിച്ച് കുറെ കാലം ജീവിക്കാൻ ഇവയ്ക്ക് പറ്റും. വരാൽ കുളത്തിലും ചെറുനദികളിലും ജീവിക്കുന്നു. വെള്ളത്തിനുള്ളിൽ പതുക്കെ നീന്തിക്കൊണ്ടിരിക്കും. ചെറിയ മീനുകളെയും കീടങ്ങളെയും തവളയെയും വരാൽ ഭക്ഷണമായി കഴിക്കുന്നു. എനിക്ക് വരാലിനെ കുറിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മത്സ്യത്തെക്കുറിച്ച് എഴുതാവുന്നതാണ്.
അടുത്ത പേജ് നോക്കിയേ. ചെറുജീവികൾ ഇനം കാലില്ലാത്തവ. കാലില്ലാത്തവയുടെ പേരുകൾ നമുക്ക് എഴുതാം. മണ്ണിര, പാമ്പ്. 4 കാലുള്ളവ അരണ, ആട്, കാള, പശു. നിങ്ങൾക്ക് കൂടുതൽ എഴുതി ചേർക്കാം. അടുത്ത് 6 കാലുള്ളവ ആരൊക്കെയാ? ഈച്ച, കൊതുക്, ഉറുമ്പ്, പാറ്റ. അടുത്ത് 8 കാലുള്ളവ എട്ടുകാലി. ഒത്തിരി കാലുകളുള്ളവ പഴുതാര, തേരട്ട, പുഴു. ഇതൊക്കെ നമുക്ക് എഴുതി ചേർക്കാം. പാടി രസിക്കാം. കുഞ്ഞറകൾക്കുള്ളിൽ 100 കുഞ്ഞറകൾ മണ്ണിലുണ്ടേ, കുഞ്ഞറകൾക്കുള്ളിലുണ്ട് കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരിവരിയായി പോകുന്നു കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരിവരിയായി അരി തേടി പോകുന്നു കുഞ്ഞുറുമ്പുകൾ. മണ്ണിലുള്ള കുഞ്ഞറകൾക്കുള്ളിൽ നിന്നും വരിവരിയായി അരി തേടി പോകുന്നു കുഞ്ഞുറുമ്പുകൾ. വരിവരിയായി തിരികെ വരും കുഞ്ഞുറുമ്പുകൾ. അരിമണികൾ പേറി വരും കുഞ്ഞുറുമ്പുകൾ. മണ്ണറകൾക്കുള്ളിലുള്ള കുഞ്ഞറകൾക്കുള്ളിലുണ്ട് കുഞ്ഞു കുഞ്ഞു ജീവിതങ്ങൾ കുഞ്ഞുറുമ്പുകൾ. അപ്പൊ കുഞ്ഞുറുമ്പുകളെ കുറിച്ചുള്ള ഒരു പാട്ടാണിതല്ലേ. കുഞ്ഞുറുമ്പുകൾ എന്ത് ചെയ്യുന്നു? 100 കുഞ്ഞറകൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. മണ്ണിലുള്ള കുഞ്ഞറകൾ അല്ലേ. എങ്ങനെയാണ് അരി തേടി പോകുന്നത് കുഞ്ഞുറുമ്പുകൾ? വരി വരിയായിട്ടാണ് അരി തേടി പോകുന്നതും തിരികെ വരുന്നതും വരി വരിയായി തന്നെയാണ് അല്ലേ. അങ്ങനെയാണ് കുഞ്ഞുറുമ്പുകളുടെ ജീവിതം. ഇതൊരു കുഞ്ഞു പാഠമാണ്. ഈ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കുഞ്ഞെഴുത്ത് പ്രവർത്തന ബുക്കിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം. നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.